നമ്മളൊരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഇതേപോലെ ഒരു ചതിയിൽപ്പെട്ടിട്ടൊക്കെ അതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളെ പൈസ ഒരുപാട് പോയി സഫർ ചെയ്ത കുറെ സമയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ആലോചിക്കുമ്പോ നമുക്ക് അത് നല്ല രസമായിട്ട് തോന്നുന്നു. 2015 ഞാനും നമ്മളെ സുഹൃത്ത് സലീമും കൂടിയിട്ടാണ് നമ്മൾ അജർ സ്റ്റോൺ എന്ന സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അന്ന് നമ്മൾ പൊന്നാനിയിലൊരു 100 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ഷോപ്പായിരുന്നു നമ്മൾ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ നമ്മൾ 2025 നിൽക്കുമ്പോൾ നമുക്ക് കേരളത്തില് 10 ഷോപ്പുകൾ നമുക്ക് കേരളത്തിലുടനീളം നമുക്കുണ്ട്. പിന്നെ അതുപോലെ നാഗർകോവിലും മധുരയിലും കർണാടകയിലും നമുക്ക് ഫാക്ടറിയും ഒക്കെ ആയിട്ട് നമുക്ക് 14 സ്ഥാപനങ്ങൾ ഇപ്പൊ നമ്മളെ അജർ സ്റ്റോണിന്റെ അണ്ടറിലുണ്ട്. നമ്മള് സ്റ്റാർട്ടിങ്ങിൽ നമ്മള് ഓരോ വീടാന്തരം നമ്മൾ കയറിയിട്ട് നമ്മൾ ഓർഡേഴ്സ് പിടിക്കുന്ന ഒരു സ്റ്റൈലായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ആദ്യം നമ്മൾ ഗ്രാനൈറ്റ് മാർബിളൊക്കെ നമ്മൾ ഓർഡർ എടുത്ത് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് എത്തിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോ ഇൻഡസ്ട്രിയിൽ ഒരു 10 വർഷത്തിലെ മീതെ എക്സ്പീരിയൻസ് ആയി ഇപ്പൊ നമുക്ക് 5000+ കസ്റ്റമേഴ്സ് ഉണ്ട്. സ്റ്റാർട്ടിങ് സമയത്ത് നമ്മളെ ലാൻഡ്സ്കേപ്പിംഗ് ഹാർഡ്സ്കേപ്പിംഗിന്റെ സ്റ്റോൺസുകൾ ചെയ്യുന്ന ആൾക്കാർ കുറവായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നെ അതിൽ ഞങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്തു. അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ അതിൽ തന്നെ ഒരു നമ്പർ 1 ടീം ഇൻ കേരള ആയി മാറിയത്. നമ്മളൊരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തന്നെ ഇതേപോലെ ഒരു ചതിയിൽപ്പെട്ടിട്ടൊക്കെ അതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളെ പൈസ ഒരുപാട് പോയി. പിന്നെ ഞങ്ങൾ ചെന്നൈയിൽ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് ആയിരുന്നു. അങ്ങനെ അവിടുന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഒരു അസറ്റ് ആയിരുന്നു പറ്റിച്ച ആളെ കാറ്. ആ കാർ കൊണ്ടാണ് പിന്നെ ഞങ്ങളെ പുതിയൊരു ബിസിനസ് ഞങ്ങള് കണ്ടെത്തുകയും ആ കാർ കൊണ്ടാണ് ഞങ്ങള് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഞങ്ങളെ ബിസിനസ്സിനെ പിന്നെ മനസ്സിലാക്കിയിട്ട് അത് വളർത്തിക്കൊണ്ടുവരാനൊക്കെ സാധിച്ചത്.